തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന് ആരോഗ്യവകുപ്പിന്റെ മെമ്മോ മരണാനന്തര അവയവദാന പദ്ധതിയായ കേസ് ഓട്ടോ പരാജയമാണെന്ന് സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പിട്ടതിനാണ് മെമ്മോ. സമൂഹമാധ്യമങ്ങളിൽ പ്രതികരണം നടത്തില്ലെന്ന മെമ്മോയ്ക്ക് ഡോക്ടർ മോഹൻദാസ് മറുപടി നൽകി. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വിവരങ്ങൾ. ഉമേഷ്, ഇന്ന് ഉച്ചയോട് കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് സാമൂഹിക മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതുന്നത്. അത് കേസ് ഓട്ടോയുമായി ബന്ധപ്പെട്ടാണ്. ഈ അവയവദാനത്തിനുള്ള കേസ് ഓട്ടോ പൂർണ്ണ പരാജയം എന്നതായിരുന്നു ഡോക്ടർ മോഹൻദാസിന്റെ കുറിപ്പ്. ഈ കുറിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ മോഹൻദാസിന് ആരോഗ്യവകുപ്പ് മെമ്മോ നൽകിയത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മുഖേനയാണ് മെമ്മോ നൽകിയത്. ഈ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടരുത് എന്നതാണ് പ്രധാനമായും നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ നേരിട്ട് അറിയിക്കണമെന്നതാണ് ഈ മെമ്മോയിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കേസോട്ട പൂർണ്ണ പരാജയമാണെന്നും സർക്കാർ ആശുപത്രികളിൽ മരണാനന്തര അവയവദാനം നടക്കുന്നില്ല. പ്രധാനമായും 2017 ശേഷം മരണാനന്തര അവയവദാനം വിരലിലെണ്ണാവുന്നത് മാത്രമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്. ഈ കുറിപ്പ് വാർത്തയായതിനു പിന്നാലെ മണിക്കൂറുകൾക്കകം അദ്ദേഹം കുറിപ്പ് പിൻവലിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേസോട്ട് ഉൾപ്പെടെ വിശദീകരണം ഇറക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വകുപ്പ് മേധാവിക്ക് ആരോഗ്യ വകുപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഉന്മേഷ്, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.